Yo, hello guys, it's me Catchy camera. പുതിയൊരു വീഡിയോക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. അനിയത്തി ഒന്നും പറയാനില്ല, എൻ്റെ അത്ര വയസ്സുള്ള 6 മാസം മുമ്പ് അല്ല 6 മാസം മുമ്പാണ് ഞാൻ ജനിച്ചതുകൊണ്ട് അനിയത്തി എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നാളെ അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു പോസ്റ്റർ ഉണ്ടാക്കണം എന്ന് തോന്നി. അപ്പോൾ അത് ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു ബിഗ് താങ്ക്സ് പറയാനുണ്ട്. കാരണം നമ്മൾ ഇന്ന് 2K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുന്നു. 2K സബ്സ്ക്രൈബേഴ്സ്. താങ്ക് യു ഓൾ, താങ്ക് യു. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ചെയ്യാനൊക്കെ കുറേ ഡിലേ ഉണ്ട്. അപ്പോൾ ഇന്ന് ഫേസ് കാണിച്ചൊക്കെ വീഡിയോ ചെയ്യേണ്ട ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നാളെ മാത്സ് പരീക്ഷയാണ്, അതുകൊണ്ട് പഠിക്കാനുണ്ടാവുണ്ട്, കുറേ സമയമൊക്കെ പോകും. അതുകൊണ്ടാണ് വീഡിയോ മരിക്ക് ചെയ്യാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പരീക്ഷ കഴിഞ്ഞാൽ എന്തായാലും ഫേസ് കാണിച്ച് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ പിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പിക്ക് വെച്ചാണോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അവരുടെ അക്കൗണ്ട് അവിടെ ടൈപ്പ് ചെയ്യുക. ഞാൻ അനിയത്തിയിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, blackm6446 അങ്ങനെ ഇതിലാണ് അവളുടെ പേര്. അപ്പോൾ അത് അവളോട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവളുടെ ലിങ്ക് ഞാൻ താഴെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കയറി ഒന്ന് നോക്കിക്കോ. അപ്പോൾ ഏത് പിക്കാണോ വെച്ച് ചെയ്യാൻ പോകണേ അതെടുക്കുക. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കി. ഇവിടെ 2 പിക്കുള്ളതുകൊണ്ട് ഇവിടെ അടിയിൽ 2 ഡോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട, അയ്യോ ഞാൻ ലൈക്ക് ചെയ്യാൻ മറന്നു. അപ്പോൾ അതിൻ്റെ അടിയിലത്തെയാണ് നമ്മൾ എടുക്കണം, കാരണം അത് ഒരു പിക്കുള്ളൂ. അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. കാരണം നമുക്ക് ആ blackm64 എഴുതിയതും ആ ലൈക്കും കമൻറ്റും ആ ഷെയർ ബട്ടണും അല്ല ആ ഷെയറും അത് നമുക്ക് വേണം, അതുകൊണ്ടാണ്. അപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പിക്ക് വെച്ചാണോ ചെയ്യാൻ പോകണേ ആ പിക്കൊന്ന് സേവ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഗാലറിയിലുണ്ടെങ്കിൽ പിന്നെ സേവ് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ 0% സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അവളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ഞാൻ ഒരു മിനിറ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യട്ടെ. അപ്പോൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി സ്ക്രോൾ ചെയ്ത് അടിയിലേക്ക് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. എനിക്ക് പിക്ക് ക്യാൻവാസ്. അപ്പോൾ അത് എടുക്കുക. അത് കഴിഞ്ഞിട്ട് അതൊന്ന് എഡിറ്റ് ഇമേജ് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതേ നമ്മുടെ പിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് ക്രോപ്പ് ചെയ്യാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോർട്രേറ്റ് സൈസായിട്ട്. അപ്പോൾ ഇതേ ഒന്ന് ക്രോപ്പിൽ പോയിട്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം പോർട്രേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച പിക്ക് ആദ്യം ആഡ് ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് ചെയ്തതല്ല, സ്ക്രീൻഷോട്ട് എടുത്തത്. അത് ആഡ് ചെയ്തിട്ട് അവിടെ ക്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ ഒപ്പാസിറ്റിയുടെ അടിയിൽ. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ മുകളിൽ അതിങ്ങനെ 2 സൂം ചെയ്തൊക്കെ ആയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് കറക്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തത് കറക്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് വയ്ക്കുക. ആ മുകളിലത്തെ ബ്ലാക്കും ആ നെയിമും ആ ഒരു അവളുടെ ഒരു DPൻ്റെ പ്രൊഫൈലിൻ്റെ ഒരു പ്രൊഫൈൽ ഫോട്ടോയും അതും ആ കുത്തു മാത്രം മതി. അപ്പോൾ അതൊന്ന് കറക്റ്റ് ക്രോപ്പ് ചെയ്ത് വെച്ചിട്ട് നല്ലോണം അതിൻ്റെ സൈസൊക്കെ ഇൻക്രീസ് ചെയ്ത് അതിൻ്റെ ടോപ്പിൽ കൊണ്ട് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ പിന്നെയും അവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ സ്ക്രീൻഷോട്ട് തന്നെ രണ്ടാമത് ആഡ് ചെയ്യാം. വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലത്തെ ആ ഒരു ലൈക്ക് കമൻറ്റ് ഷെയർ ആ ഒരു ബട്ടണും ആ ഒരു പോർഷനും കൂടി ഇതുപോലെ ക്രോപ്പ് ചെയ്തിട്ട് കറക്റ്റ് കൊണ്ട് വയ്ക്കാം. നമ്മളെന്തിനാ ഇത് രണ്ടും ഇങ്ങനെ വെറുതെ കട്ട് ചെയ്ത് കൊണ്ട് വെക്കണേ? സാധാരണ ഒരു വൈറ്റ് ഒരു സ്ക്വയർ കൊണ്ട് വെച്ചാൽ പോരെ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അങ്ങനെ ചെയ്യണവർക്ക് ചെയ്യാൻ വന്നാലും കറക്റ്റ് ഒരു പെർഫെക്ഷനൊന്നും അങ്ങനെ കിട്ടില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ എല്ലാം കഴിഞ്ഞാൽ നേരെ ടിക്ക് കൊടുക്കുക. കറക്റ്റ് രണ്ടും കറക്റ്റ് സൈസിലൊന്നും ഇരിക്കില്ലേ നോക്കി ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നല്ലോണം ഇങ്ങനെ അടിക്ക് പോകുമ്പോൾ ഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രോയിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ടോപ്പിൽ ലെയേഴ്സ് എന്ന് പറഞ്ഞ ഒരു 3 ബുക്ക് അടക്കി വെച്ചിരിക്കുന്ന പോലത്തെ അതുണ്ടാവും. അതിലിപ്പോൾ ഫസ്റ്റ് ലെയറിൽ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ അറിയേണ്ടതാണ്. അപ്പോൾ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് ഫോട്ടോയാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ ആ ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യുക. വേണമെങ്കിൽ ഒന്ന് ക്രോപ്പ് ചെയ്തോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ടിക്ക് കൊടുക്കുക.
അത് അപ്പോൾ നമ്മുടെ പിക്ക് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി അതൊന്ന് കറക്റ്റ് സൂം ചെയ്തിട്ട് നമ്മളിപ്പോൾ സൂം ചെയ്തിട്ട് ആ സൈഡിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ പിക്ക് അതുപോലെ തന്നെ ഇരിക്കും. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ കറക്റ്റ് കൊണ്ടുപോയി വെച്ചിട്ട് ഒന്ന് സൈഡിലെങ്ങാനും അവിടെ ഇവിടെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെയേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എം ടി ലെയർ കൊടുക്കുക. അപ്പോൾ ഇത് നമുക്കൊരു എം ടി ലെയർ ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് സെലക്ട് ചെയ്ത് കിടക്കണേന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് അതുപോലെ ക്ലിക്ക് ചെയ്താൽ പൊക്കോളും. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിത് ഈ പിക്ക് അങ്ങോട്ട് ആഡ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കയറി ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് അവളുടെ മുഖം അതിൻ്റെ ഉള്ളിൽ പെടണ രീതിയിൽ കൊണ്ടുപോയി വയ്ക്കുക. അപ്പോൾ നമ്മളിതേ കറക്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അവിടെ ലെയേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പിന്നെയും സെലക്ട് ചെയ്തിട്ട് അവളുടെ ഫോട്ടോ വെച്ചത് ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു ഷെയ്ഡ് വരും. അത് കഴിഞ്ഞിട്ട് ഇറേസർ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് അവളുടെ അതിൻ്റെ പുറത്തേക്ക് വന്നിരിക്കുന്ന ഭാഗം ഒന്ന് ഫുള്ള് മാച്ച് കളയുക. അപ്പോൾ നിങ്ങളിപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ മാച്ചാലും കുഴപ്പമില്ല, മറ്റേത് പോവില്ല. അപ്പോൾ നമ്മുടെ അടിയിലത്തെ പിക്ക് മാത്രമേ പോവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 3 ലെയറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നെല്ലാം കറക്റ്റ് മാച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പിക്ക് ഇത് കറക്റ്റ് മാച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് മെർജ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിനി വേറെ ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ ഫൈനൽ ടച്ചാണിത്. അപ്പോൾ എല്ലാം കഴിഞ്ഞാൽ നമ്മുടെ പിക്ക് നേരെ സേവ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫൈനൽ പിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് 2 എന്ന് പറയാനല്ലേ നമ്മൾ കുറേ നാൾ മുമ്പ് ഇതുപോലത്തെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാന്ന് കയറി നോക്കിക്കോ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പാർട്ട് 2 വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്നാലും ഞാനിട്ട് നിങ്ങളെന്തെങ്കിലും കമൻറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങൾക്കൊരു ചാനൽ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അവനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാണ് അവനക്ക് റീച്ചില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചാനലിൻ്റെ പേര് ഇത് ഡ്രോയിഡ് എൻ അങ്ങനെ എന്താണ്, ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കും. മച്ചാൻ നമ്മുടെ ഒരു വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലൊക്കെ ഇട്ടാണ് പണ്ട് തൊട്ടേ ഉള്ളതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, ഒട്ടും റീച്ച് കിട്ടാത്തതുകൊണ്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്തു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒന്ന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ചെയ്തത്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. കൂടുതൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി ലൈക്ക് അടിക്കുക. നമ്മുടെ ഈ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവളുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ നമ്മുടെ ചാനലിൽ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ പരീക്ഷ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 2K സബ്സ്ക്രൈബേഴ്സായി ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നാളെ മാത്സ് പരീക്ഷയാണ്, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി പരീക്ഷ കഴിഞ്ഞായിട്ട് 3-4 ദിവസമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി വീഡിയോ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം, നോക്കാം. അപ്പോൾ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്, കാരണം നമ്മൾ 2K സബ്സ്ക്രൈബേഴ്സ് കടന്നു. ഇനിയും എന്നെ ഉയരങ്ങളിൽ നിങ്ങൾ എത്തിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഇറ്റ്സ് മീ കാച്ചി ക്യാമറ സൈനിങ് ഓഫ്.